സ്വാതന്ത്ര്യ സമരകാലത്ത് തടവുകാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാറേൻ്റെ അടുത്ത് എത്തുവാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പാറയിൽ നിന്ന് ഇനി നമ്മളിപ്പോൾ കുറച്ചും കൂടി അടുത്ത് എത്തിയിട്ടുണ്ട്. എവിടെയാ വയറ്? എവിടെയുണ്ട്? അവിടെയാണോ വയറ്? മനീഷേട്ടൻ പറഞ്ഞ ചെമ്മീനും പിടിക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് എന്റെ നാട്ടിലാണ്, കൗവായില്. ഇന്ന് വൻ പരിപാടികളാണ്. 2 പരിപാടിയുണ്ട്. ഇപ്പോ ഉച്ചയ്ക്ക് ശേഷം നമ്മള് ഇളമ്പക്ക പിടിക്കും. ഇന്നിവിടെ ഇളമ്പക്ക ചാകര. അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ട് നമ്മളപ്പോ തന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 2 പരിപാടി. അപ്പൊ ഇന്ന് ഉച്ചവരെ നമ്മൾ ഈ പുഴയിലെ ദ്വീപുകളും എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇളമ്പക്ക പിടിക്കുക. സുഭജന്റെ മാമൻ ഉണ്ടാവും. അപ്പൊ ഇത് തോണി വരുന്നത് നിതിൻ, സുഭജന്റെ അനിയനാണ്. നമ്മളിപ്പോ ഇവിടെ ഒരു പാറയുണ്ട്. ആ പാറേന്റെ അടുത്ത് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അത് പറയില്ല, ഞാൻ പറയില്ല. കേൾക്കുന്ന ആൾക്ക് കുഞ്ഞു അനങ്ങല്ലേ? അമ്മക്ക് നീന്താൻ അറിയാത്തൊന്നും വലിയ നീന്താൻ അറിയുന്നാളെ പോലെ. ഇതെന്താ മുഖത്തല്ല നോക്കി ഹോറിൽ പൊടി. നമ്മളിപ്പോ ദൂരെ കാണുന്ന ഒരു ദ്വീപുണ്ട്. അതൊരു മൊത്തം പാറയല്ലേ? ദ്വീപല്ല, പാറയാണ്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം മന്ദം മെല്ലെ മെല്ലെ പാഞ്ഞുകൊണ്ട്. കുഞ്ഞുവിന്റെ കോറസ് പാടിയ മതി 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 മതി. അപ്പൊ നമ്മള് ആ പാറേന്റെ അടുത്ത് എത്തുവാണ്. ഇതിന്റെ ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമുണ്ട്. കാരണം ഇത് പൂർണ്ണമായിട്ടും പാറയാണ്. അപ്പോൾ സാറിന് നമ്മൾ ദ്വീപുകൾ കണ്ടിട്ടുള്ളത് മൊത്തം മണ്ണ്. ആ കവ്വായിലൊരു വലിയൊരു അത്ഭുതമാണ് ഇത് പാറ എന്ന് പറയുന്നത്. കാരണം ജയിലാ. ഓ, അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഒരു സ്റ്റോറി ഉള്ളത്. അപ്പോൾ അതവിടെ എത്തിയിട്ട് ഇത് നമുക്ക് കൃത്യമായി വിവരിച്ച് തരുന്നതായിരിക്കും. ഈ പാറക്ക് പല ഐതിഹ്യങ്ങളും ഉണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇതൊരു ജയിലായിട്ട്, ഐതിഹ്യമല്ല, പല ചരിത്രങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്ത് പിന്നെ ഈ തടവുകാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു കഥ, അതിന്റെ ഒരു ബുക്ക് നമ്മളെ പഠിപ്പിച്ച ഒരു മാഷുണ്ട്, പുരുഷോത്തം മാഷ്. ആ മാഷ് അതിനെ ഈ കൗവായിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്ന ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ്. ആ ബുക്ക് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം ഈ പാറ മുഴുവൻ നമുക്ക് അതിനകത്ത് ഈ വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല. ഇതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പാറ ഒന്ന് കണ്ടു കളയാം. കൗവായി പാറ. കയറ് പിടിക്കണേ, എന്നിട്ട് അവിടെ കെട്ടാ. വരുമ്പോ ഈ മരം പറഞ്ഞിട്ട് നല്ല ഉറപ്പുള്ളതല്ലേ. ഞാൻ എന്റെ വിചാരം അത് ആഴം കുറവാന്ന് വിചാരിച്ചിട്ട് നല്ല തെളിഞ്ഞ ഇത്. ഞാനൊരു തുള്ളറ അച്ചാ മുങ്ങല് അത്രയും വെള്ളം കിളമ്പൊക്കെ വരുന്ന. അപ്പോൾ നമ്മൾ പാറയിൽ കയറിയിട്ടുള്ളത്. നമ്മൾ വന്നത് എന്താ, നമ്മളെവിടെ നിന്നാണ് വന്നേ? ആ ഓ, അതായത് ഇത് കാണുന്നത് അല്ലേ? അത് ശരി. ഇപ്പൊ കമ്പി കുഴിച്ചിട്ടായിരിക്കും. അപ്പൊ ശരിയായിരിക്കും കേട്ടോ. കാരണം ഈ കല്ലുകെട്ടെല്ലാം കണ്ട. അതായത് ഇവിടെ പണ്ട് എടുക്കുന്നുണ്ട്, ഇവിടെ പണ്ട് ജയിലുണ്ടായിരുന്നു പറയുന്നത്. അതായത് ഇതിൻ്റെ ഇടയിലേക്ക് കമ്പി അടിച്ച് കയറ്റി
പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ആയിരിക്കാനാണ് സാധ്യത. അല്ലേ 1 വയസ്സായ സമയത്ത് അന്ന് ഫോട്ടോസ് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആന്റി നമ്മളെല്ലാരും. എന്താ ഡാൻസ് ഇതാ ഇവിടെ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ജയിലോ അമ്മമ്മയോ അങ്ങനത്തെവരൊക്കെ പറയുന്നത് പഴയവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഞാനൊന്നും ആ സമയത്ത് ഇല്ലല്ലോ, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ പറയുന്നത് കേട്ടു. പിന്നെ ഒരു ബുക്കൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് ആ ബുക്ക് ഇതിനകത്ത് ഒരു മെൻഷൻ ചെയ്യാം അല്ലേ? വായനശാലയിൽ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോവാ. ബാ പതുക്കെ പതുക്കെ വാ. എന്തായാലും പുഴയുടെ നടുക്ക് ഇങ്ങനെ ഒരു പാറ അത്ഭുതം തന്നെയാണ് അല്ലേ? അതായത് മൊത്തം ചുറ്റും മണ്ണും പൂഴിയെല്ലാം ഉള്ള സാധനത്ത്. അല്ല ശരിക്കും പറഞ്ഞ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ടാവും. വൈകുന്നേരം ആവുമ്പോ നല്ല തിരക്കായിരിക്കും. വയറ് കുറച്ച് കാണിക്കും. കല്ല് തട്ടി. അയ്യോ ചൂടുണ്ട്, ചന്തി പൊള്ളും. വയറാ എവിടെ? വയറ് ഇവന്റെ വയറ് അവിടെയാണോ വയറ്? എവിടെ? ഇതം ഭയങ്കര ഹാപ്പിയിലാണല്ലേ, ഭയങ്കര സന്തോഷമാ. ഹലോ ഗൈസ്, ഹലോ ഗൈസ് പറഞ്ഞു ശരിക്കും പറ. ഹലോ ഗൈസ്. ഇങ്ങോട്ട് നോക്കി, ഫോൺ നോക്കി. ഒരാള് ഭയങ്കര ഡാൻസ് ആണ് ഇവിടെ. ഇങ്ങോട്ടേക്ക് നിങ്ങളിത് കാണുക. ഒന്നുകൂടി പറ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഈ പാറയെന്ന് ഇനി അപ്പൊ ഇതാണ് ഈ പാറയുടെ വിശേഷങ്ങള്. ഇതിന്റെ ചരിത്ര സത്യത്തിൽ നമുക്ക് ശരിക്കും കിട്ടിയില്ല, എനിക്ക് അറിയുന്ന രീതി പറഞ്ഞതാണ്. അപ്പോ ഇതിന് കൂടുതൽ വിവരങ്ങൾ വന്ന് കിട്ടുമെങ്കിൽ പറയാം. അപ്പൊ ഇനിയിപ്പോ തൊട്ടടുത്ത് കണ്ടൽക്കാടാണ്. ഇപ്പൊ കണ്ടൽക്കാടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ കവായിൽ ഇങ്ങനെ ഒരുപാട് കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും വിശേഷങ്ങൾ ദൂരെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാനും എല്ലാം. അപ്പൊ കുറേശ്ശെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത കണ്ടൽക്കാടുകളിലേക്ക് നമ്മൾ അല്ലേ. ബൈ. ഇവിടെ വൈകുന്നേരം ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? ഒരു മിനിറ്റ് കുഞ്ഞാ, കൈ അങ്ങോട്ട് മാറ്റല്ലേ. സൈഡിൽ ഇരിക്കണം പോലും. നീ കുറച്ചങ്ങോട്ടിരുന്നോ, കൈയിടല്ലേ. അപ്പൊ നമ്മള് മാടായിലെ കവ്വായിലെ പാറ ദ്വീപ് അല്ല എന്തെങ്കിലും പറയുന്നത് തിട്ടപ്പാറ എന്ന ഈ പാറയോട് ഞങ്ങൾ ഇവിടെ പറയുകയാണ് തൽക്കാലം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും വരാം. അപ്പോൾ ഇതിന് ഇത്രേ ഇപ്പം പറയുന്നുള്ളൂ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാലിട്ടോട്ടെ, കുഴപ്പമില്ല.
അപ്പോൾ അതാ നമ്മുടെ പുറകിൽ ഇങ്ങനെ ചെറുതായി പാറ മാറുന്നുണ്ട്. നമ്മളടുത്ത് കണ്ടൽക്കാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കണ്ടൽക്കാട് അടുത്തേക്കാണ്. നമ്മളിപ്പോൾ കണ്ടൽക്കാടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടൽക്കാടിൻ്റെ വലുപ്പം നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടാവും. ഇതെൻ്റെ കൈ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വലുപ്പം നമ്മൾ മനസ്സിലാവുക. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ആശ്ചര്യപ്പെടുന്നതായിരിക്കും ആ വലിപ്പം കാണുമ്പോൾ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം ഉണ്ടാവും, എത്ര മീറ്റർ ഉണ്ടാവും ഇവിടത്തേക്ക്? ഒരു 400 മീറ്റർ ഉണ്ടാവില്ലേ? 400 മീറ്ററോളം ദൂരമുണ്ട് അവിടെ നിന്ന് ഇവിടത്തേക്ക്. അപ്പോൾ അവിടത്തേക്ക് നമ്മളിങ്ങനെ തോണിയിൽ ഇങ്ങനെ പതുക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ ഈ പെയിൻറ്റിങ് എല്ലാം കാണുന്ന പോലെയുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ വരച്ച് വെച്ച പോലെ അത്രയും നല്ലൊരു. നമ്മളിപ്പോൾ കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. കണ്ടക്കാടിൻ്റെ കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇത്ര നല്ല ഉണ്ടായത് ഒരു ഏകദേശം പുഴയുടെ പകുതി ഭാഗം വരെ ഉണ്ടായതാ. മണ്ണെടുത്തിട്ട് മണൽ മാഫിയ ടീമൊക്കെ എടുത്തെടുത്ത് ഇതൊക്കെ പോയതാ. കുറേ ചെടി ഉണ്ടായിരുന്നു. ഇത് നടുമ്പോഴേ നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ലേ. 25 വർഷം